ഈ കേസിലെങ്കിലും ഗ്രീഷ്മ വേട്ടക്കാരിയും ഷാരോൺ ഇരയുമാണെന്ന് സമ്മതിക്കൂ. ഗ്രീഷ്മ ഗത്യന്തരമില്ലാതെ ചെയ്തതാണ്. ഗ്രീഷ്മയ്ക്ക് പറ്റിപ്പോയി. ഗ്രീഷ്മയ്ക്ക് മറ്റു മാർഗങ്ങളില്ലായിരുന്നു. കോർണർ ചെയ്തു. നിങ്ങളിൽ എല്ലാവരും കേട്ടൊരു വാക്കുണ്ടാവും കമാൽ പാഷ സാറിന്റെ, അന്തസ്സായി കഷായം കൊടുത്തു. രാഹുൽ ഈശ്വർ പറയണല്ല, നിങ്ങളെല്ലാം TV ചാനൽ കേട്ട് കാണും. അങ്ങനെ ഒരു ചലഞ്ചിന്റെ ഭാഗമായി അന്തസ്സായിട്ട് അങ്ങ് ഇത് എടുത്തു കൊടുത്തു. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഷാരോൺ വധക്കേസിലെ പ്രതി ഗ്രീഷ്മയ്ക്കും ഫാൻസ് അസോസിയേഷനോ? ഇതാണ് രാഹുൽ ഈശ്വറിനെ ഇത്രയധികം ചൊടിപ്പിച്ചിരിക്കുന്നത്. വിധി പ്രസ്താവിച്ച നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി AM ബഷീറിന്റെ കട്ടൌട്ടിൽ പാലഭിഷേകം നടത്താനുള്ള ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ നീക്കം പോലീസ് തടഞ്ഞു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ വെച്ച് ജഡ്ജിയുടെ കട്ടൌട്ടിൽ പാലഭിഷേകവും പടക്കം പൊട്ടിക്കാനുമായിരുന്നു അവർ പദ്ധതിയിട്ടത്. ഇവരിൽ നിന്ന് പോലീസ് ജഡ്ജിയുടെ കട്ടൌട്ടും അഭിഷേകത്തിനുള്ള പാലും പിടിച്ചെടുത്തു. പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാനെത്തിയ രാഹുൽ ഈശ്വർ പിന്നീട് പൊട്ടിത്തെറിച്ചു. ഇവിടെ ഗ്രീഷ്മ വേട്ടക്കാരിയാണോ ഇരയാണോ എന്ന് രാഹുൽ ഈശ്വർ പച്ചയ്ക്ക് ചോദിച്ചു. കേരളത്തിലെ പുരുഷന്മാർക്ക് നീതി കിട്ടണമെങ്കിൽ ഒരു പുരുഷ കമ്മീഷൻ വേണമെന്നാണ് രാഹുൽ ഈശ്വർ പറഞ്ഞത്. കേരളത്തിൽ വനിതാ കമ്മീഷൻ മാതൃകയിൽ ഒരു പുരുഷ കമ്മീഷൻ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ഇത് സംബന്ധിച്ച് എൽദോസ് കുന്നപ്പള്ളി MLAക്ക് നിവേദനം നൽകിയിട്ടുണ്ട് എന്നൊക്കെ രാഹുൽ ഈശ്വർ പറയുന്നു. ഷാരോൺ ഇരയാണെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഗ്രീഷ്മ വേട്ടക്കാരിയാണ് എന്നും ആരും പറഞ്ഞു കാണുന്നില്ല. ഗ്രീഷ്മ നടത്തിയ കൊലപാതകത്തെ ചിലർ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു. ജസ്റ്റിസ് കമാൽ പാഷയെ എയറിലാക്കിയായിരുന്നു രാഹുൽ ഈശ്വറിന്റെ പ്രസംഗം. ഇവിടെ പ്രതിഷേധിക്കാൻ അവകാശമില്ലേ എന്ന ചോദ്യമുയർത്തിയാണ് രാഹുൽ ഈശ്വർ കട്ടയ്ക്ക് പ്രതികരിച്ചത്. സെക്രട്ടേറിയറ്റ് മുന്നിലെ ആ കാഴ്ചകൾ ഇങ്ങനെ. കമാൽ പാഷ സാറിനെ പോലൊരു ഹൈക്കോടതി ജഡ്ജി ഇന്നലെ നിങ്ങൾ എല്ലാം കണ്ടു കാണും. എല്ലാ ചാനലിലും ഇവിടുന്ന് പറയുകയാണ്, ഗത്യന്തരമില്ലാതെ ഗ്രീഷ്മ ഷാരോനെ കൊന്നതാണ്. ഷാരൻ യഥാർത്ഥത്തിൽ പുണ്യാളനൊന്നും അല്ലല്ലോ. ഷാരൻ എന്തിനാണ് യഥാർത്ഥത്തിൽ ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് പോയത് എന്ന് പറഞ്ഞു മരിച്ചൊരാളെ അപമാനിക്കുകയാണ്, മരിച്ചൊരാളെ അവഹേളിക്കുകയാണ്. മരിച്ചൊരാളെ അവഹേളിക്കുന്ന ഈ അവസരം ജസ്റ്റിസ് കമാൽ പാഷ സാറിനെ പോലെ വലിയൊരു മനുഷ്യൻ ചെയ്തിട്ട് എത്ര പേര് പ്രതിഷേധിച്ചു. ഈ രണ്ട് മീഡിയക്കാരോടെല്ലാം ഒരൊറ്റ ചോദ്യം, ഒരുപാട് ചോദ്യങ്ങളിലേക്ക് പോകുന്നില്ല. ഈ കേസിലെങ്കിലും ഗ്രീഷ്മ വേട്ടക്കാരിയും ഷാരോൺ ഇരയുമാണെന്ന് സമ്മതിക്കൂ. ടിവിയിലെ പലരും സംസാരിക്കുന്നത് കേട്ടാൽ ഷാരോൺ യഥാർത്ഥത്തിൽ വേട്ടക്കാരനും ഗ്രീഷ്മ ഇരയുമാണ് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ഗ്രീഷ്മ ഗത്യന്തരമില്ലാതെ ചെയ്തതാണ്. ഗ്രീഷ്മയ്ക്ക് പറ്റിപ്പോയി. ഗ്രീഷ്മയ്ക്ക് മറ്റു മാർഗങ്ങളില്ലായിരുന്നു. കോർണർ ചെയ്തു. നിങ്ങളിൽ എല്ലാവരും കേട്ടൊരു വാക്കുണ്ടാവും കമാൽ പാഷ സാറിന്റെ, അന്തസ്സായി കഷായം കൊടുത്തു. രാഹുൽ ഈശ്വർ പറയണല്ല, നിങ്ങളെല്ലാം TV ചാനൽ കേട്ട് കാണും. അങ്ങനെ ഒരു ചലഞ്ചിന്റെ ഭാഗമായി അന്തസ്സായിട്ട് അങ്ങ് ഇത് എടുത്തു കൊടുത്തു. ഇത് രാഹുൽ ഈശ്വർ ഷാരോണെ കുറിച്ച് പറഞ്ഞിരുന്നെങ്കിൽ, ഇവിടെ നിൽക്കുന്ന AKMക്കാര് ഷാരോൺ ആണ് ഗ്രീഷ്മയെ കൊന്നിരുന്നെങ്കിൽ ഷാരോണിനെ ന്യായീകരിച്ച് പറഞ്ഞാൽ നമ്മളെ അറസ്റ്റ് ചെയ്യൂലേ? അപ്പൊ യഥാർത്ഥത്തിൽ എന്നിട്ട് ഇവിടെ ഒരു പ്രതിഷേധം നടത്താൻ സമ്മതിക്കുന്നില്ല. എന്ത് ന്യായമാണുള്ളത്? പലപ്പോഴും സ്ത്രീകൾ അവരെ ഇങ്ങനെ വേട്ടയാടുമ്പോൾ, അല്ലെങ്കിൽ സ്ത്രീകളെ വേട്ടയാടുന്ന കേസിൽ സ്ത്രീകളെ ഒരു കാരണവശാലും മോശം പറയരുത്, സ്ത്രീകൾക്കെതിരെ വാക്കുപോലും പറയരുതെന്നൊക്കെ മുഖ്യമന്ത്രി അടക്കമുള്ള ആൾക്കാർ പറയുന്നുണ്ട്. നേരെ മറിച്ച് ഷാരനെ കൊന്നതിന് ശേഷം 11 ദിവസം വെള്ളം കുടിക്കാതെ ഷാരനെ കൊന്നതിന് ശേഷം ഷാരനെ ഓർമ്മിക്കാനായി ഇവിടെ കൂടിയപ്പോ, ഷാരനെ സ്മരിക്കാനായി ഇവിടെ കൂടുന്നത് തടയുന്നത് പുരുഷ വിരോധമല്ലേ? നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. നാളെ നമ്മൾ ആണുങ്ങൾ അങ്ങനെ ആരെങ്കിലും വിഷം കൊടുത്തു മരിച്ചാൽ ആ വ്യക്തിക്ക് അനുകൂലമായ ഒരു സ്മരണയോ ഒരു പരിപാടിയോ പോലീസുകാർ കട്ടൗട്ട് എടുത്തോണ്ട് പോയി. പോലീസുകാർ കട്ടൗട്ട് എടുത്തോണ്ട് പോയി ജഡ്ജിയുടെ കട്ടൗട്ടിൽ പാലഭിഷേകം നടത്താൻ വന്നപ്പോ ഒരു ജഡ്ജിയുടെ പാലും കൊണ്ടുപോയി. പോലീസുകാർ പാലും കൊണ്ടുപോയി, കട്ടൗട്ടും കൊണ്ടുപോയി. ഈ നാട്ടിലെ പുരുഷ വിരോധം തെളിയിക്കാൻ ഇതിനപ്പുറം ഒരു കാര്യം ആവശ്യമുണ്ടോ? ഞാനതുകൊണ്ടാണ് പറയുന്നത്, ഞങ്ങൾ പുരുഷ കമ്മീഷൻ വേണം തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ റേസ് ചെയ്തു. ഇന്നലെ അജിത് കുമാർജിയോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. നിയമസഭയിൽ പോയി ശ്രീ എൽദോസ് MLA കണ്ടു. എൽദോസ് MLAക്ക് ഒരു ഡ്രാഫ്റ്റ് കൊടുത്തു. വനിതാ കമ്മീഷൻ പോലെ, യുവജന കമ്മീഷൻ പോലെ ഒരു പുരുഷ കമ്മീഷൻ വേണം എന്ന ഡ്രാഫ്റ്റ് കൊടുത്തു. അത്തരം കാര്യങ്ങളൊന്നും മാധ്യമങ്ങൾ ശ്രദ്ധിക്കാറില്ല, പലപ്പോഴും വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാറില്ല. ഇന്ന് വളരെ ജെന്യുവിനായി ഒരു ജഡ്ജിയുടെ, അതും ബഷീർ സാറിനെ പോലെ പ്രഗത്ഭനായ ഒരുപാട് മേഖലകളിൽ കഴിവ് തെളിയിച്ച ഒരു ജഡ്ജിക്ക് പാലഭിഷേകം ചെയ്യുമ്പോൾ അത് വയലൻസ് എങ്ങനെയാകും? അപ്പോൾ ഇതാണ് ഈ നാട്ടിലെ പുരുഷന്മാരുടെ അവസ്ഥ എന്ന് മാത്രം ഓർത്താൽ മതി. രണ്ട്, എനിക്ക് ഉറപ്പുണ്ട് ഒരു മീഡിയക്കാർക്ക് ഉള്ളിൽ തോന്നി, എല്ലാവർക്കും അത് ഉള്ളിൽ തോന്നി കാണും, ആരും ഷാരനെ ഒന്നും അങ്ങനെ വേട്ടക്കാരൻ വിളിക്കില്ല. പക്ഷേ ജഡ്ജി ആയിരുന്ന, ഹൈക്കോടതി ജസ്റ്റിസ് ആയിരുന്ന ഒരു കമാൽ പാഷ സാറ് യഥാർത്ഥത്തിൽ ഷാരനെ കുറിച്ച് പച്ചക്കള്ളങ്ങൾ ടിവിയിലിരുന്ന് പറയാണ്. കോടതി വിധിയിൽ തെളിയിച്ച കാര്യങ്ങൾ പോലും കള്ളം പറയാണ്. ഷാരന് ഗ്രീഷ്മയുടെ മോശം വീഡിയോകൾ ഉണ്ടായിരുന്നു. ഷാരൻ ഇവളുടെ കല്യാണത്തിന് തടസ്സം നിന്നു. അങ്ങനെ ഗത്യന്തരമില്ലാതെ റാങ്ക് ഒക്കെ മേടിച്ചിട്ടുള്ള ഈ കുട്ടിക്ക് കൊല്ലേണ്ടി വന്നു എന്ന്
ഇത് നേരെ തിരിച്ചാണ് ഷാരനെ ന്യായീകരിച്ച് ഷാരനാണ് കൊന്നിരുന്നെങ്കിൽ പറഞ്ഞാൽ ഈ നാട്ടിലെ അവസ്ഥ എന്താവുക? യഥാർത്ഥത്തിൽ ഇതാണ് ഈ നാടിന്റെ അവസ്ഥ. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് വനിതകളും കൂടെ നിൽക്കുന്നുണ്ട്. പുരുഷ കമ്മീഷന്റെ ആവശ്യം അവരോടും കൂടി അഭ്യർത്ഥിക്കാനുള്ളത്, പുരുഷൻ ഇവിടെ നിയമപരമായി യാതൊരു സംരക്ഷണവും ഇല്ല. പുരുഷൻ ഇവിടെ നിയമപരമായി യാതൊരു കാര്യവുമില്ല. ഇവരൊക്കെ കൊടുത്ത പല കംപ്ലൈന്റുകളും പോലീസ് ഗണിച്ചിട്ടില്ല. ഞാനിപ്പോൾ ഒരിക്കൽ പറയുകയുണ്ടായി, സാക്ഷാൽ നിവിൻ പോളി കൊടുത്ത കംപ്ലൈന്റ് ഗണിക്കുന്നില്ല, പിന്നാണോ നമ്മൾ കൊടുത്ത കംപ്ലൈന്റ് ഗണിക്കുന്നത്? ഉമ്മൻചാണ്ടി സാറിനെ വേട്ടയാടിയ സരിതയ്ക്കെതിരെ പരാതി എടുക്കുന്നില്ല, പിന്നാണോ പുള്ളിയെ വേട്ടയാടിയ സ്ത്രീക്കെതിരെ അല്ലെങ്കിൽ പുള്ളിയെ വേട്ടയാടിയ ആൾക്കാർക്കെതിരെ പരാതി എടുക്കുന്നത്? ഇതാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ. ഇവിടെ കൂടി നിൽക്കുന്ന പോലീസുകാരോട് ഏറ്റവും ബഹുമാനത്തോടെ പറയാനുള്ളത്, ഈ കട്ടൗട്ട് എടുത്തുകൊണ്ട് കൊണ്ടുപോയ ആർജവം ആ നിവിൻ പോളിക്കെതിരെയുള്ള വ്യാജ പരാതിക്കാർക്കെതിരെ ഒരു FIR ഇടാൻ കാണിക്കുകയാണെങ്കിൽ അത് വലിയ കാര്യമാണ്. ഇവിടെ കട്ടൗട്ട് എടുത്തുകൊണ്ട് പോകാൻ കാണിച്ച ആർജവം, ഇവിടെ കട്ടൗട്ട് എടുത്തോണ്ട് പോയി പാലെടുത്തോണ്ട് പോയി ഇവർക്ക് നോട്ടീസ് കൊടുക്കാൻ കാണിച്ച നോട്ടീസ് തന്നിട്ടുണ്ടല്ലേ? ഒരു സെക്കൻഡ് തന്നെ, സന്തോഷമായി. അതായത് വിദ്വേഷ പ്രസംഗവും മറ്റും നടത്താൻ പാടില്ല. ഇന്നേവരെ ഒരു വിദ്വേഷ പ്രസംഗവും ആരും നടത്താറില്ല. ഞങ്ങളൊക്കെ വളരെ ആലോചിച്ചാണ് ചെയ്യുന്നത്. ഇതേപോലൊരു നോട്ടീസ് നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത വ്യക്തിക്ക്, അല്ലെങ്കിൽ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത വ്യക്തിക്ക്, ഉമ്മൻചാണ്ടി സാറിനെതിരെ വ്യാജ പരാതി കൊടുത്ത വ്യക്തിക്ക് പോലീസുകാർ ഈ പേപ്പറിന്റെ വിലയെങ്കിലും ഞങ്ങൾ ആണുങ്ങളുടെ ജീവിതത്തിനും ആണുങ്ങളുടെ കരിയറിനും നൽകണമെന്ന് വളരെ താഴ്മയായി അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ നാടിന്റെ അവസ്ഥ ഇതാണ്. അതുകൊണ്ടാണ് അതിശക്തമായ ഒരു പുരുഷ കമ്മീഷന്റെ ആവശ്യം ഉണ്ടാകുന്നത്. AKMA പോലുള്ള സംഘടനകൾക്ക് പ്രതിഷേധിക്കേണ്ടി വരുന്നത്, ഇങ്ങനെ പ്രതിഷേധിച്ചാലേ നാട്ടുകാർ കേൾക്കുന്നുള്ളൂ, ഇങ്ങനെ പ്രതിഷേധിച്ചാലേ നിങ്ങൾ മനസ്സിലാക്കുന്നുള്ളൂ. വേറൊരു രീതിയിൽ മനസ്സിലാക്കുന്നില്ല. ആ പ്രതിഷേധത്തെ പോലും തടയാൻ പോലീസ് കാണുന്നത് എന്ത് അർത്ഥത്തിലാണ്? ഞാൻ ഈ ഒരു ചോദ്യം കൂടെ ചോദിച്ചു നിർത്താം. എത്രയോ സിനിമകൾക്ക് പാലഭിഷേകം നടത്താറുണ്ട്. നമ്മുടെ വിജയുടെ സിനിമ വരുമ്പോൾ ഒക്കെ നടത്താറില്ലേ? ഈ പാലഭിഷേകത്തെ ക്രിമിനലൈസ് ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നല്ലതാണോ? ഒന്നുമില്ല. ഒരു പാലഭിഷേകം നടത്തുക, അതിനെ ക്രിമിനലൈസ് ചെയ്യുന്ന ഈ ആറ്റിറ്റ്യൂഡ് എവിടെ നമ്മുടെ നാടിനെ കൊണ്ടെത്തിക്കും എന്ന് ഓരോരുത്തരും ചിന്തിക്കണം. പോലീസിന്റെ നടപടിയിൽ അതിശക്തമായി പ്രതിഷേധിക്കുന്നു. പോലീസുകാർ ചിന്തിക്കേണ്ട കാര്യം, നിങ്ങളെന്ന പുരുഷന്മാർക്ക് നാളെ കള്ളക്കേസ് വന്നാൽ ഞങ്ങളെ പോലെ കുറച്ചു പേരെ കാണൂ എന്നവർ മറക്കാതിരുന്നാൽ വളരെ നന്നായിരിക്കും. എല്ലാ പുരുഷന്മാർക്കും വേണ്ടിയാണ് ഒരു കാര്യം കൂടെ, അതായത് മാധ്യമങ്ങളോടും കൂടിയാണ്. നിങ്ങളുടെ ഇടയിലുള്ള ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകൻ, പേരും കൂടെ തന്നെ പറയാം, ഡോക്ടർ അരുൺകുമാറിനെ പോലൊരു വ്യക്തി ഹൈക്കോടതി പറഞ്ഞത് കേട്ടില്ലേ പോലീസുകാരോട്? പബ്ലിസിറ്റിക്ക് വേണ്ടിയാണോ കേസ് എടുക്കുന്നത്? രാഹുൽ ഈശ്വറല്ല, ഹൈക്കോടതിയിലെ കുഞ്ഞികൃഷ്ണൻ സാറിന്റെ ബെഞ്ച് ചോദിക്കുകയാണ്, നിങ്ങൾ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണോ കേസ് എടുക്കുന്നത്? എന്തുകൊണ്ടാണെന്നറിയാമോ? എന്താ ചോദിച്ചത്? അതായത് അരുൺകുമാർ എന്ന വ്യക്തി നേരിട്ട് ആ പെൺകുട്ടിയോട് സംസാരിക്കുന്നൊന്നുമില്ല. പോക്സോ കേസിൽ 1-ാം പ്രതി അരുൺകുമാർ പെട്ടാൽ അദ്ദേഹം നല്ല കഴിവുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന് വലിയ വലിയ അഭിഭാഷകരെ കൊണ്ടുവരാൻ കഴിയും. നിങ്ങൾ ഈ ക്യാമറ പിടിക്കുന്ന ആരെങ്കിലുമോ നമ്മൾ ആരെങ്കിലുമോ അങ്ങനെ പെട്ടുപോയെങ്കിൽ നമ്മൾ 2 ആഴ്ച ജയിലിൽ കിടക്കും. ഞാൻ വേറെ ആരുടെയും കാര്യമല്ല, നിങ്ങളുടെ എന്റെയും കാര്യമാണ് പറയണേ. അതായത് നിങ്ങളോ ഞാനോ ആണ് പെട്ടുപോയതെങ്കിൽ നമ്മളൊക്കെ 2 ആഴ്ച ജയിലിൽ കിടക്കും. എന്തിന്? ഒരു തമാശ പറഞ്ഞു. ആ തമാശ പെൺകുട്ടിയോട് പോലുമല്ല, വേറൊരു ആൺകുട്ടിയോട് ഒരു തമാശ രൂപയാണ്, നീ മറ്റേ ആ കുട്ടിയെ കണ്ടോ? ആ ഇല്ല, നന്നായി എന്ന തമാശ പറഞ്ഞതിന് ഞാനും നിങ്ങളൊക്കെ 2 ആഴ്ച കിടക്കും. അതായത് ഒറ്റ വരിയേ ഉള്ളൂ, പുരുഷവിരോധമാണ് പുരോഗമനം എന്ന് ചിന്തിക്കുന്ന ഒരു മനോഭാവം നമ്മുടെ നാട്ടിലുണ്ട്. ആ മനോഭാവത്തിനെതിരെയാണ് പോരാട്ടം. ആ മനോഭാവത്തിനെതിരെ ശക്തമായി നിലകൊള്ളാൻ കഴിയണം. ഓൾ കേരള മെൻസ് അസോസിയേഷൻ ഇന്ന് നടത്തുന്ന പ്രതിഷേധ പരിപാടി പോലീസ് തടഞ്ഞത് അത്യന്തം അപലപനീയമാണ്. പ്രതിഷേധം മാത്രമല്ല, നമ്മൾ ആഹ്ലാദ പ്രകടനമാണ്. അതുകൂടെ പറഞ്ഞു. നമ്മൾ ആഹ്ലാദ പ്രകടനം, എന്തിനാണ് ആഹ്ലാദ പ്രകടനം? ഷാരോണ് വേണ്ടിയുള്ള പ്രകടനമാണ്. കാര്യം ഷാരോൺ എന്ന വ്യക്തി നിങ്ങളെല്ലാം കണ്ടു കാണും. ഇതൊന്നും ഞങ്ങളുടെ വാക്കുകളല്ല കേട്ടോ, കോടതി വിധിന്യായത്തിൽ എഴുതി വച്ച വാക്കുകളാണ്. മരണക്കിടക്കയിലും അവൻ ഗ്രീഷ്മയെ സ്നേഹിച്ചു, മരണക്കിടക്കയിലും അവൻ ഗ്രീഷ്മയെ തള്ളിപ്പറയാൻ എഴുന്നില്ല. 11 ദിവസം വെള്ളം കിട്ടാതെ, 11 ദിവസം വെള്ളം കുടിക്കാനാവാതെ ശരീരത്തിന്റെ സമസ്ത ഭാഗങ്ങളും പൊടിഞ്ഞ് ആന്തരികവയവങ്ങൾ അഴുകി മരിച്ച ആ വ്യക്തി ഗതിയില്ലാതെ അവസാനം ഗ്രീഷ്മയ്ക്ക് ചെയ്യേണ്ടി വന്നതാണ്. ഇത് പറയുന്ന ഒരു ഹൈക്കോടതി ജഡ്ജിയാണ്. അതായത് അവന്, ഞാൻ പേപ്പർ വായിച്ചതും ഇത് വായിച്ചതാണ്, 11 ദിവസം വെള്ളം കുടിക്കാൻ കഴിയാതെ മരിച്ചൊരു വ്യക്തിയെ അവസാനം അവൾ കോർണർ ചെയ്യപ്പെട്ടു പോയത് കൊണ്ട് ചെയ്തതാണെന്ന് പറയാൻ കഴിയുന്ന രീതിയിൽ പുരുഷന്റെ ജീവിതത്തിന്, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന് ജീവൻ അത്ര വിലയേ ഉള്ളൂ എന്നൊരു തിരിച്ചറിവ് നമുക്ക് വേണം. പോലീസ് പിടിച്ചെടുത്തിരിക്കുകയാണ്. അവർ കുറച്ച് പേരുടെ പേരിൽ കേസെടുക്കുമെന്ന് നിലവിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇത് നമുക്ക് ഗ്രീഷ്മയ്ക്ക് ഒരു തൂക്കുകയർ കൊടുത്തതിലുള്ള ഒരു സന്തോഷം. കാരണം സാധാരണഗതിയിൽ ഇങ്ങനെ വരാറില്ല. അപ്പോൾ അതിലൊരു സന്തോഷമായിട്ടുള്ള ഒരു പ്രകടനവും. രണ്ടാമത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചത്, നമ്മളെ കമാൽ ബാഷ സാറ് വളരെയധികം മോശമായിട്ടുള്ള കമൻറ്റുകൾ ഷാരോനെതിരെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ്
ഞങ്ങളതൊരു ശക്തമായ പ്രതിഷേധം. അദ്ദേഹത്തെ പോലുള്ളവർ ഒരിക്കലും ഇങ്ങനെ പറയാൻ പാടില്ല. ഈ നാടിനും സമൂഹത്തിനും ഒരു തെറ്റായിട്ടുള്ളൊരു മെസ്സേജാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. അത് ഇനിയുള്ള തലമുറയ്ക്ക് ഇനിയുള്ള തെറ്റ് സ്ത്രീകൾ വീണ്ടും ചെയ്യാൻ പ്രചോദനം ഉണ്ടാകും. ഇവിടെ ഇങ്ങനെ ഒരു ജഡ്ജ്മെന്റ് ഉണ്ടായതിൽ നമുക്കത് സന്തോഷിക്കാനുള്ള കാരണം പറഞ്ഞുതരാം. സ്ത്രീകൾ കൂടുതലായിട്ട് തെറ്റുകളിലേക്ക് പോകാതിരിക്കും. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കേസുകളിൽ പ്രതിയാവുകയാണ് സ്ത്രീകൾ. നമ്മുടെ കുഞ്ഞു മക്കളാണ്. അതാദ്യം നമ്മൾ നോക്കണം. കോളേജിലും സ്കൂളിലും ഒക്കെ പഠിക്കുന്ന പെൺകുട്ടികൾ പല കേസിലും പ്രതികളാണ്. എന്തുകൊണ്ടാണ്? ഇവിടുത്തെ നിയമത്തിൻ്റെ സംരക്ഷണമുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അത് മാറിക്കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ്. കാര്യം എനിക്കൊരു മകളുണ്ട്. ഇനി ഇങ്ങനെ ഒരു തെറ്റിലേക്ക് കാര്യം നമ്മുടെ നിയമവ്യവസ്ഥകൾ പെൺപിള്ളേർക്ക് ഇങ്ങനെ ആനുകൂല്യം കൊടുത്തു കഴിഞ്ഞാൽ അവർ വീണ്ടും തെറ്റിലേക്ക് പോകും. നമ്മൾ എന്തുകൊണ്ട് തെറ്റ് ചെയ്യുന്നില്ല? പുരുഷന്മാർ ചെയ്യാത്തതിൻ്റെ കാരണം നമുക്കെതിരെ ഒരു നല്ലൊരു കേസുണ്ടാകും, ജയിലിൽ പോയി കിടക്കേണ്ടി വരും, പിന്നെ ജീവിതകാലം ജയിലിടിഞ്ഞാൽ പോലും വെളിവരില്ല. ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചപ്പാട് നമുക്കുള്ളത് കൊണ്ടാണ് നമ്മൾ തെറ്റിലേക്ക് പോകാത്തത്. ഇത് സ്ത്രീകൾക്കിനി ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതുതന്നെയാണ്. പിന്നെ രണ്ടാമത് എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമെന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരുപാട് വർഷം കൊണ്ട്, ഏകദേശം 10 വർഷം കൊണ്ട് പുരുഷ കമ്മീഷൻ ഓൾ കേരള മെൻസ് അസോസിയേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുരുഷ കമ്മീഷൻ വേണം. തീർച്ചയായിട്ടും അത് നമ്മുടെ രാഹുൽജി നമ്മുടെ സംഘടനയോടൊപ്പം കൂടെ ഒന്ന് കാണിക്കാൻ. ഇത് അതിന്റെ ഒരു ഡ്രാഫ്റ്റ് ആണ്. അതിന്റെ പേപ്പറും കോപ്പിയുണ്ട്. നിയമസഭയിൽ സമർപ്പിച്ചിട്ടുണ്ട്. നിയമസഭയിൽ അതിന്റെ ഒരു ഡ്രാഫ്റ്റ് കോപ്പിയാണ്. അച്ഛന്, സഹോദരന്, മകന്, സുഹൃത്തിന് വേണ്ടി, നമ്മുടെ അച്ഛന്, സഹോദരന്, മകന്, സുഹൃത്തിന് വേണ്ടി MLA എൽദോസ് കുന്നപ്പള്ളിക്ക് ഇന്നലെ സമർപ്പിച്ചിരുന്നു. അതൊരു ഡ്രാഫ്റ്റ് പോലെ തന്നെ AKMA അടക്കമുള്ള ദേശീയ തലത്തിൽ അടക്കമുള്ള സംഘടനകളുടെ സപ്പോർട്ടോടുകൂടിയാണ് സമർപ്പിച്ചത്. നമ്മൾ അടക്കമുള്ള വ്യത്യസ്ത അഡ്വക്കേറ്റ്സിനോട് സംസാരിച്ചു, സുപ്രീം കോടതിയിലെ അഡ്വക്കേറ്റിനോട് സംസാരിച്ചു. അങ്ങനെ യുവജന കമ്മീഷന്റെ മോഡലിൽ, വനിതാ കമ്മീഷന്റെ മോഡലിൽ ഒരു കാര്യം ചെയ്തെടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ആ ഒരു ഡ്രാഫ്റ്റ് സമർപ്പിച്ചിട്ടുണ്ട്. എൽദോസ് കുന്നപ്പള്ളി അദ്ദേഹം അതൊരു സ്വകാര്യ ബില്ലായി കൊണ്ടുവരും. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ഫസ്റ്റ് ടൈം ആയിരിക്കും. കേരളമാണ് 2013 യുവജന കമ്മീഷൻ ആദ്യമായി വൺ ഓഫ് ദി ഫസ്റ്റ് ടൈം ഇന്ത്യയിൽ നിർമ്മിച്ചത്. ഇന്ത്യൻ ഗവൺമെന്റ് കഴിഞ്ഞ വർഷമാണ് 2024 അത് നിർമ്മിച്ചത്. അതുകൊണ്ട് ആദ്യമായിട്ട് ഒരുപക്ഷെ നമ്മുടെ കേരളത്തിൽ ഒരു പോസിറ്റീവ് ലെജിസ്ലേഷനായി യുവജന കമ്മീഷൻ കൊണ്ടുവരാനുള്ള ഒരു നീക്കം മുമ്പോട്ട് പുരുഷ കമ്മീഷൻ. അതിലെ 1-2 പെട്ടെന്നുള്ള ഡിമാൻഡ് ഇദ്ദേഹത്തിനൊക്കെ ആപ്ലിക്കബിൾ ആയ കാര്യങ്ങളാണ്. ആരെങ്കിലും ഒരാൾ, ഞാൻ മീഡിയക്കാർ ഇതായിട്ടല്ല, ആരെങ്കിലും ഒരാൾ ഗ്രീഷ്മയെ വേട്ടക്കാരി എന്ന് വിളിക്കുന്നത് കേട്ടോ? അതെന്താ? ഗ്രീഷ്മ വേട്ടക്കാരി അല്ലേ? അതായത് ദ്വയാർത്ഥ പ്രയോഗത്തിലുള്ള ഒരു വാക്ക് പറഞ്ഞാൽ ഒരു പ്രമുഖ ബിസിനസ്സുകാരൻ വേട്ടക്കാരനായി, ഏതെങ്കിലും രീതിയിൽ തമാശ പറഞ്ഞാൽ അവിടെ വേട്ടക്കാരനായി. എന്തേ ഗ്രീഷ്മ വേട്ടക്കാരിയല്ലേ? ആരെങ്കിലും ഒരാൾ ഷാരൺ ഇരയാണെന്ന് നിങ്ങൾ പറയണ കേട്ടോ? അതെന്താ? ഈ ഇര എന്ന വാക്ക് എന്നും സ്ത്രീക്കും, വേട്ടക്കാരൻ എന്ന വാക്ക് എന്നും പുരുഷനും വേണ്ടി റിസർവ് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണോ? അല്ല. അപ്പോ യഥാർത്ഥത്തിൽ ഷാരോൺ എന്ന ഇര, ഗ്രീഷ്മ എന്ന വേട്ടക്കാരി, ആ വേട്ടക്കാരിയെ ന്യായീകരിക്കാൻ ഹൈക്കോടതി ജഡ്ജിമാർ, പ്രമുഖ മാധ്യമ അനലിസ്റ്റുകൾ, പ്രമുഖ മാധ്യമങ്ങളിലെ പല ആൾക്കാരും, എല്ലാവരും ഒന്നും പറയുന്നില്ല, പല ആൾക്കാരും ദേശീയ മാധ്യമങ്ങളിൽ വരെ, ഞാൻ ഇന്നലെ ബർഖാത്തിന്റെ പരിപാടിക്കിരുന്നു, അവിടെയും പല ആൾക്കാരും ആ കുട്ടി എന്തുകൊണ്ടാണ് അത് ചെയ്തതെന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്നൊക്കെ. അതായത് കൊലപാതകത്തെ പോലും ന്യായീകരിക്കുകയാണ്. നേരെ തിരിച്ച്, അത് മാത്രമാണ്, നേരെ തിരിച്ചാണ് സംഭവിച്ചിരുന്നെങ്കിൽ ഷാരനെ ന്യായീകരിക്കുന്നതിന്റെ അടുത്തൂടെ ഇദ്ദേഹം പറയുകയാണെങ്കിൽ, ഓൾറെഡി പുള്ളിക്കെതിരെ കേസുകൾ വലുതുണ്ട്, പുള്ളിയോ എന്നെയോ ഇദ്ദേഹത്തെയോ പിടിച്ചിടാൻ ഒരു മടി കാണിക്കൂ. അപ്പൊ ഈ ഇരട്ടത്താപ്പ് അവസാനിക്കണം. പുരുഷ കമ്മീഷന് എല്ലാവിധ സപ്പോർട്ടും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കും. അതുപോലെ തന്നെ പോക്സോ കേസുകൾ, സ്വന്തം കുഞ്ഞുങ്ങളെ വെച്ച് വരെ പോക്സോ കേസുകൾ. ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ പിതാക്കന്മാർ നമ്മുടെ മക്കളെ, സ്വന്തം മകളെ വെച്ച് ഒരു പോക്സോ കേസിൽ കേസെടുക്കുക എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടി ഭാര്യ, അപ്പോൾ പോക്സോ കേസിന് സ്വന്തം കുഞ്ഞുങ്ങളെ വരെ ഇരയാക്കി അവർ തമ്മിലുള്ള ഒരു കുടുംബജീവിതത്തിൽ വരുന്ന വിള്ളലുകൾ അത് നികത്തുവാൻ വേണ്ടി കോടതിയിലും പോലീസ് സ്റ്റേഷനിലും കേസുകൾ വിജയിക്കുവാൻ വേണ്ടിയിട്ട് സ്വന്തം കുഞ്ഞിനെയും ഫ്രണ്ട്സിനെയൊക്കെ വെച്ചിട്ട്, പെൺകുട്ടികളെ വെച്ചിട്ട് പോക്സോ കേസിൽ പെടുത്തുന്ന അത് വളരെയധികം ദയനീയമാണ്. ഇങ്ങനെയുള്ള കേസുകൾ കോടതികൾ തീർച്ചയായിട്ടും അതൊക്കെ മനസ്സിലാക്കി, പോലീസുകാരോട് എനിക്ക് പറയാനുള്ളത്, കേസുകൾ അവർക്ക് പ്രത്യക്ഷത്തിൽ അറിയാം, പക്ഷേ ഒരു പെണ്ണ് കൊണ്ടുവന്ന ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വേറൊരു മാർഗമില്ല. പല SI-മാരും സർക്കിൾമാരും എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾക്ക് ആ ചെയറിൽ ഇരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സ്ഥിതിയാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് പോക്സോ കേസുകൾ വന്നാൽ അതിനെ കേസ് എടുക്കാതിരിക്കുക, അതിനുവേണ്ടി രാഷ്ട്രീയക്കാർ ഇടപെടാതിരിക്കുക, ഇതൊക്കെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.